ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളതിൻ്റെ വീട്ടിലാട്ടോ. രാവിലെ എണീറ്റ സമയത്തുള്ളൊരു കാഴ്ച കേട്ടോ ഈ കാണുന്നത്. റോഡ് സൈഡിലാട്ടോ വീടുള്ളത്. ഈ റോഡിൻ്റെ ലാസ്റ്റ് അവിടെ കാണുന്നത് അവിടെ ആയിട്ട് ഞങ്ങൾ മദ്രസൊക്കെ വരുന്നത്. ഈ റോഡ് വെട്ടത്തൂർ കരിങ്കലത്താണ് റൂട്ടാട്ടോ. എന്ത് രസമല്ലേ രാവിലെ കാണാൻ. ഞാൻ ക്രിസ്മസ് വെക്കേഷന് വന്നതാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇനിയിപ്പോൾ വീട്ടിലുണ്ടാകും. നല്ല തണുപ്പും കാര്യങ്ങളും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇസു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തണുക്കണുണ്ട്. അപ്പോൾ ഓന് പുറത്തേക്ക് പോട്ടെ പറഞ്ഞിട്ട് വാതിൽ തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അങ്ങോട്ട് തന്നെ പോര് പറഞ്ഞിട്ട് ഹെസമോളും പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട പറഞ്ഞോട്ടേന്. നല്ല പേടി കേട്ടോ, കാരണം മതിലും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ റോഡ് എടുത്തായതുകൊണ്ട് തന്നെ അത്രയും നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ റോഡൊക്കെ പെട്ടെന്ന് പോകും. അങ്ങനെ ഞാൻ രാവിലത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ അടുക്കളയ്ക്ക് പോയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക്. അപ്പം അമ്മന്ന് ചപ്പാത്തി ഉണ്ടാക്കണത്. ഇന്നലെ രാത്രി പത്തിരിയൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൽ ബാക്കിയുണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ ചപ്പാത്തി ആയിട്ടൊന്ന് ഉണ്ടാക്കണത്. അപ്പം ഞാനങ്ങനെ ചെന്നപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചട്ടകം വാങ്ങിച്ച് ഞാൻ കുറച്ച് ചുട്ടുട്ടോ. പിന്നെ അമ്മ കറിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും കറിയും ചായയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ച് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അനിയന്മാർ രണ്ടാളും ഒരാൾ എണീറ്റിട്ടില്ല, അതേപോലെ ഒരാൾ ജിമ്മിന് വീക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിക്കണത്. പത്തിരി ഉണ്ട്, അതേപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ കറിയിൽ ബാക്കിയുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും രാവിലെ കടലക്കറി വെച്ചിരിക്കണത്. അപ്പോൾ ഈ ഹെസമോളെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ ചായ എടുക്കട്ടെ വിചാരിച്ചിട്ട് ഹെസമോൾക്ക് ചായ എടുക്കട്ടെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ രാവിലെ. അപ്പോൾ ഇസു ഹെസമോള് നല്ല കളിയിലേന്നു കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ കാറിൽ കളിക്കുന്നു. ഇസു ആണെന്നുണ്ടെങ്കിൽ കാറുകൊണ്ട് അതുമ്പോൾ അങ്ങനെ കളിക്കുന്നു രണ്ടാളും. അപ്പം ഞാൻ രണ്ടാളെയും വിളിച്ച് ചായ കൊടുക്കുക കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഞാനും ഹെസമോളും പുറത്തത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാതിലും തുറന്നിട്ടിരിക്കുക കേട്ടോ. ഞങ്ങളെ വീട് പണി ഏകദേശം ഉൾട്ടോ കഴിഞ്ഞിട്ട്, പിന്നെ പുറം ഭാഗമൊന്നും കഴിഞ്ഞിട്ടില്ല. അതേപോലെ സിറ്റൗട്ടും കാര്യങ്ങളും എടുത്തിട്ടില്ല. ഉൾഭാഗം ഏകദേശം ഒരുവിധം കഴിഞ്ഞിരിക്കണു. മുൻഭാഗങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സിറ്റൗട്ട് അതേപോലെ തേപ്പ് പൈൻറ്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ കൂടിയിരുന്നു. ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഹെസമോൾക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് ഞാൻ അപ്പം കൊടുത്ത് ശീലമായിട്ട് അധികം അപ്പമാണ് ഞാൻ കൊടുക്കല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തി അവൾക്ക് വല്ലാതെ പൊടിച്ചിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയും വാഹനമൊക്കെ പോണത് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ തിന്നണം കേട്ടോ ഞാൻ. അങ്ങനെ ഒരുവിധം എല്ലാവരെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ അപ്പോൾ മീൻകാരൻ വരുന്നു. അപ്പം അമ്മ മീൻ മേടിച്ചാൻ വേണ്ടി പോയിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈറ്റിലാട്ടോ അപ്പോൾ വീട് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മനോട് നമുക്ക് ഇവിടുത്തെ മണ്ണ് മാറ്റുക, നമുക്ക് സ്റ്റെപ്പ് ഇടുക പറഞ്ഞു കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ വെയിലും കാര്യങ്ങളും ഇങ്ങനെ വരികയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇപ്പോൾ വേണ്ട 4 മണിക്ക് മതി എന്നൊക്കെ പറയണം. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് മണ്ണ് ഇതാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇമ്മാക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ വെയിലത്ത് ഇങ്ങനെ കാട്ടുന്നതും. അതേപോലെ തന്നെ ഈ മണ്ണ് പിന്നെ കുറച്ച് വേറെ മണ്ണും കൂടി എടുക്കാണ്ട് JCB ഒന്ന് മണ്ണെടുത്തോളും, അപ്പം റെഡിയാക്കാൻ മുറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. അപ്പം എൻ്റെ ഒരു നിർബന്ധമാണ്. എനിക്ക് ശരിക്ക് ഹൈറ്റൊക്കെ കയറാനും ഇറങ്ങുമ്പോഴും വീഴോ തോന്നും കേട്ടോ. കാരണം അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും ഉണ്ട്, ഇങ്ങനെ ഒരു കുന്നു പോലെ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പണിയാണ്. അപ്പം അമ്മ അങ്ങനെ പറയണം വെയിലാണെന്ന് 4 മണിക്ക് മതി എന്നൊക്കെ പറഞ്ഞ് അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ ചെയ്യണത്. അപ്പം ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ മകളുണ്ട് അപ്പം സംസാരിച്ച് ഇങ്ങനെ നിൽക്കട്ടെ അവിടെ. മണ്ണ് ഓരോരുത്തർ വന്നിട്ടോ കുറച്ചായിട്ട് ഇങ്ങനെ മണ്ണ് എടുക്കണുണ്ട് കേട്ടോ. പക്ഷെ ആർക്കും കൂടുതൽ കുറച്ച് നേരം എടുക്കുമ്പത്തിന് എല്ലാവരും ക്ഷീണിക്കുകയാണ്. കാരണം വെയിലിങ്ങനെ വരുന്നുണ്ട്, സൂര്യൻ ഉദിച്ചിട്ട്. അപ്പോൾ വെയിലും കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത് എടുക്കുന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നേരം വെളുക്കുമ്പോൾ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചൂട് വെയിൽ വരുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് എങ്ങനെയല്ലെന്ന് റെഡിയായി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ ഞാൻ. അപ്പോൾ
ഇമ്മ പറയുന്നുണ്ട് അവിടെ വെച്ച് പോര് തലവേദനിച്ചും പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരിക ചെയ്യണ്ട എന്ന് പറഞ്ഞ് മുന്നേ അങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഏതായാലും ഇത് തുടങ്ങി മേതുക്കൂടെ മണ്ണും കാര്യങ്ങളൊക്കെ ആയി, ഇത് മുഴുവനാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മൂന്നാളും പാടെ എന്താണ് ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യാം കേട്ടോ. സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞ് തുടങ്ങിയത് അതൊന്നും പിന്നെ നടന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഹൈറ്റിലുള്ള കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എന്താണ് മാറ്റി പിന്നെ മുറ്റം നല്ലോണം നടിച്ചു വരും കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ. രാവിലെ ഒരു 10 മണിയായപ്പത്തിന് ഒക്കെ റെഡി ആയിട്ടോ. മുറ്റവും കാര്യങ്ങളും എന്താണ് പിന്നെ ആകെ ക്ഷീണിച്ചിട്ടോ. തലവേദനയും മേലുവേദനയൊക്കെ ഒരുമിച്ചിട്ടുണ്ട് വന്നു. ഈ ഒരു ജോലി കഴിഞ്ഞിട്ട് പിന്നെ നീച്ചിട്ടില്ല കേട്ടോ. അന്നത്തെ ദിവസം പിന്നെ നീച്ചിട്ടില്ല, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം മുൻഭാഗം ക്ലിയർ ആക്കി. കൂടുതലൊന്നും മണ്ണെടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല കേട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ.